വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച് GVHSS വെള്ളാർമലയിലെ 552 കുട്ടികൾ, GLPS മുണ്ടക്കയിലെ 62 കുട്ടികൾ എന്നിവർക്കുള്ള അധിക സൗകര്യങ്ങൾ GHSS മേപ്പാടിയിലും മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ അധീനതയിലുള്ള APJ ഹാളിലും ഒരുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കരട് ആലോചനയാണ് ഇപ്പോൾ ഉള്ളത്. GVHSS വെള്ളാർമലയിലെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്നതിനായി GHSS മേപ്പാടിയിൽ 12ാം ക്ലാസ് മുറിയിൽ 2 IT ലാബ്, ഓഫീസ് സ്റ്റാഫ് റൂം എന്നിവയും GHSS മുണ്ടക്കയിലെ കുട്ടികൾക്കായി APJ ഹാളിൽ ലഭ്യമായ ഇടം 5 ക്ലാസ് മുറികളും ഒരുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. GVHSS വെള്ളാർമലയുടെ അടുക്കള GLPS മേപ്പാടിയുടെ അടുക്കളയോട് ചേർന്ന് പ്രവർത്തിക്കും. അതുപോലെ GLPS മുണ്ടക്കയുടെ അടുക്കള GHSS മേപ്പാടിയിലും പ്രവർത്തിക്കും. പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട 296 കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കി. GVHSS വെള്ളാർമലയിലെയും GLPS മുണ്ടക്കയിലെയും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നൽകും. 282 കുട്ടികൾക്കുള്ള യൂണിഫോം, ഹാൻവീവ്, SSK എന്നിവയുടെ തുണി ലഭ്യമാക്കി തയ്ച്ചു നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിൽ നിന്നും 668 കിറ്റുകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ ആവശ്യമായവ ജില്ലാ ഭരണകൂടവും വഴിയും ലഭ്യമാക്കും. GVHSS വെള്ളാർമലയിലെയും GLPS മുണ്ടക്കയിലെയും ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ ജില്ലാ പഞ്ചായത്തും മേപ്പാടി ഗ്രാമപഞ്ചായത്തും ചേർന്ന് വൃത്തിയാക്കി പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നിലവിൽ വിദ്യാലയത്തിൽ ലഭ്യമായ സൗകര്യങ്ങൾക്ക് പുറമെ ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ 20 ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 2 വിദ്യാലയങ്ങളുടെയും പാചകത്തിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവ പുനഃസ്ഥാപിക്കുന്നതിന് വിവിധ NGOകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടപടികൾ എടുക്കും. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അനുബന്ധ ഉപകരണങ്ങൾ, IT ലാബ് എന്നിവ കൈറ്റിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കും. കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർക്കുള്ള മാനസിക പിന്തുണ പ്രവർത്തനങ്ങൾ SSK, SCRT എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ പ്രത്യേക മോഡ്യൂൾ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മന്ത്രിതല ഉപസമിതിയുടെയും അതേപോലെ തന്നെ വയനാടിന്റെ ചുമതലയുള്ള ശ്രീ സാംബശിവറാവു IAS, അടുത്ത ജില്ലാ കളക്ടർ എന്നിവയുടെയും ഒക്കെ തന്നെ സഹായത്തോടുകൂടി കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിന് KSRTC ഉൾപ്പെടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യഘട്ടത്തിൽ 12 ക്ലാസ് റൂമുകൾ, 10 ടോയ്ലറ്റുകൾ തുടങ്ങിയവ കുട്ടികൾക്കായി 45 മുതൽ 90 ദിവസത്തിനകം പണി നൽകാമെന്നും രണ്ടാം ഘട്ടത്തിൽ സർക്കാർ കണ്ടെത്തി നൽകുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് ഹോസ്റ്റൽ സംവിധാനം നിർമ്മിച്ച് നൽകുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ടും ആയതിലേക്ക് 4 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് കണക്കാക്കിയിട്ടുണ്ടെന്നും ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പരിശോധിച്ചിട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.